പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയുടെയും ജലജയുടെയും കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ ജലജ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുമ്പം അനി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, എൻ്റെ അപ്പച്ചി, നിങ്ങൾ എന്താ പറഞ്ഞ് ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്നത് നിങ്ങളുടെ മോനോട് ചെയ്ത തെറ്റുകൊണ്ടാണെന്ന്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലെന്ന് ജലജ പറയാണ്. ആഹാ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യുക, അപ്പച്ചിയുടെ മോനെ നമുക്കങ്ങ് നാട് കടത്തിയാലോ. അവൻ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീരും. അപ്പം ജലജ പറയാണ്, ഈ വീട്ടിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അവനാണോ കുറ്റക്കാരൻ? അവൻ മാത്രമേ അത്ര വലിയ തെറ്റുകൾ ചെയ്യത്തുള്ളൂ അനി പറയുകയാണ്. നവ്യേട്ടത്തി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വരെയുള്ളൂ അവൻ്റെ ഇവിടുത്തെ വാസം. അത് കഴിയുമ്പം അവൻ ഈ വീടിന് പുറത്ത്. പിന്നെ നവ്യേട്ടത്തിയെ എൻ ജ്വല്ലറിയിലെ മോഡലാക്കി പറഞ്ഞു വിട്ടത് അവനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവനാണെങ്കിൽ ഏട്ടത്തിയെ തള്ളി പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നും ഞങ്ങൾക്കറിയാമെന്ന് അനി പറയാണ്. പിന്നെ ആദർശേട്ടനെ ദുബൈയിൽ ജയിലിലാക്കാൻ നോക്കേണ്ട പിന്നിൽ അവനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യും. ഈ സമയത്താണെങ്കിൽ വേണുവും അനാമികയും അതുപോലെ അനാമികയുടെ അമ്മയും കൂടി ഇരുന്ന് ആദർശിൻ്റെയും നയനയുടെയും കാര്യം സംസാരിക്കുകയാണ്. മാത്രമല്ല അബി ഫോൺ വിളിച്ചിട്ട് അബി എടുക്കുന്നുമില്ല. എന്താ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അവരാകപ്പാടെ ടെൻഷനിലാണ്. അപ്പം വേണു പറയണേ, ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് വരാം. അനാമികയും പറഞ്ഞു, ഞാനും കൂടെ വരുന്ന അച്ഛാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ വണ്ടിയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ നയനയാണെങ്കിൽ മുല്ലപ്പൂ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ വണ്ടിയിൽ ആദർശ് ഇരിപ്പുണ്ട്. അതവർ കാണുന്നില്ല. നയന മുല്ലപ്പൂ വാങ്ങിക്കാൻ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവർ വണ്ടി ഉണ്ടെന്ന് നിർത്തുകയാണ്. നിർത്തിയിട്ട് അനാമിക വേണുവിൻ്റെ പറയാണ്, അവളെന്താ മുല്ലപ്പൂ വാങ്ങിക്കാൻ നിൽക്കുന്നോ? ഇവളുടെ ഭർത്താവ് ജയിലിലല്ലേ, പിന്നെന്തിനാ ഇവള് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ട് എവിടെ പോകാൻ നിൽക്കുന്നത് എന്ന് അനാമിക പറയാണ്. വാ, എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പം നയനെ കാണുമ്പോൾ, ആഹാ, നിൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുകയെന്നല്ലേ, എന്നാലും നീ മുല്ലപ്പൂ വാങ്ങിക്കാൻ നിൽക്കുകയാണോ, എവിടെ പോകാൻ നിൽക്കുക എന്നൊക്കെ വെറുതെ നയനയെടുത്ത് വഴക്കിടാൻ ചെല്ലിയാണ് വേണു. നയന പറയാണ്, ആണ്, മുല്ലപ്പൂ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അതിന് നിനക്കൊക്കെ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, അല്ലെങ്കിൽ നിനക്കെന്തുവാ, നിൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നു പറഞ്ഞ് നിനക്കൊരു വിഷമവും കാണത്തില്ല, അപ്പം നീ മുല്ലപ്പൂക്കെ വെച്ച് നടക്കും എന്ന് അനാമിക പറയാണ്. അപ്പോഴത്തേക്ക് നയന പറയാണ്, ഓ, നിൻ്റെ കാര്യങ്ങളൊന്നും നീ പറയണ്ട. ഞങ്ങളന്ന് നവീൻ നിന്നെ കോടതിയിലിട്ട് വലിച്ചു കീറുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം നിൻ്റെ പഴയകാല ജീവിതമൊക്കെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതാ എന്ന് പറയാണ്. ഈ സമയത്ത് ആദർശ് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി വരുന്നത് വേണു അനാമികയും കണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താടോ, താൻ വിചാരിച്ച് ഞാൻ ജയിലിലാണെന്ന് ഇല്ലയോടോ എന്ന് വിചാരിച്ച് ആദർശ് അങ്ങ് വേണുവിൻ്റെ അടുത്ത് നേരെ ചെല്ലുവാണ്. അപ്പം നയന പറയാണ്, ഭർത്താവ് ജയിലിൽ കിടന്നിട്ട് ഞാൻ മുല്ലപ്പൂവും വെച്ചേക്കുന്ന ചോദ്യം ചെയ്യാൻ വന്നേക്കുമായിരുന്നു രണ്ടുപേരും. അപ്പം ആദർശ് പറയാണ്, നിന്നെയൊക്കെ റോഡിട്ട് തല്ലിയാണ് വേണ്ടത്. പിന്നെ ഒന്നും ചെയ്യാത്ത എന്താണെന്നറിയാം, കോടതിയിൽ നീയൊക്കെ നാറി നിൽക്കുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യുകയും പറയുകയും ചെയ്യാത്ത. അല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വേണു വഴക്കുണ്ടാക്കാൻ വരികയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളാവുമ്പോഴത്തേക്ക് പിടിച്ചു മാറ്റുന്നുണ്ട്. ഒക്കെ മര്യാദ ജീവിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ പറത്തു എന്ന് ആദർശ് പറയാണ്. നീയൊക്കെ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി രണ്ടുപേരും കാറിൽ കയറി പോവാണ്. അപ്പം വേണു ആണെങ്കിൽ അനാമിക എടുത്ത് പറയാണ്, മോളെ, നമ്മളിവൻ ജയിലിലാണെന്നും പറഞ്ഞ് സന്തോഷിച്ചിരുന്നില്ല, ഇതാ ഇപ്പോൾ ഇവൻ നാട്ടിൽ നിൽക്കുന്നത്, എന്താ സംഭവിച്ചത് ഒന്നും അറിയാൻ വയ്യാലോ. അനാമികയും ആദർശിനെ കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം വണ്ടിയിൽ കയറി നയനയാണെങ്കിൽ ആദർശിനടുത്ത് പറയാണ്, ഞാൻ വിചാരിച്ച് അബിയാണെങ്കിൽ എല്ലാ കാര്യവും ഇവരെ വിളിച്ച് പറഞ്ഞു, ആദർശേട്ടൻ വന്ന കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നും പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഉടനെ അബിയെ കാണുന്നുണ്ട്. അബിയെടുത്ത് പറയുക, ആണെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞില്ലേ ആദർശേട്ടൻ വന്ന കാര്യം, അതെന്താ നീ വിളിച്ച് പറയാൻ മറന്നുപോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരാന്ന് ചോദിക്കുകയാണ്. വേണു അനാമികയെ ഞങ്ങൾ കണ്ടായിരുന്നു. അവരൊന്നും എൻ്റെ കൂട്ടല്ല, ഞാൻ അവരുമായിട്ടൊന്നും അടുപ്പമില്ലെന്നും പറഞ്ഞ് അബി നല്ല പിള്ളേർ ശ്രമിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, നീ കൂടുതൽ സത്യസന്ധനായി കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് എല്ലാ സത്യം ഞങ്ങൾ പറയിപ്പിക്കും, മുഖത്തൊക്കെ കള്ളം പറയടാന്നും പറഞ്ഞ് നയന വഴക്ക് പറയുകയാണ്. നിന്നോട് പറഞ്ഞിട്ടില്ലേ ചന്തമോളുടെ കാര്യമൊക്കെ നീ നോക്കണമെന്ന്, ഇങ്ങനാണെങ്കിൽ നീ എല്ലാ കാര്യവും സ്വയം ചെയ്യേണ്ടി വരും. കൊച്ചു സ്കൂൾ ബസ് വരുമ്പം ബസ്സിൽ കയറ്റി വിടേണ്ട ജോലി നിനക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ, നീ എന്താണ് അത് ചെയ്യാത്തതെന്നും പറഞ്ഞ് നയനയാണെങ്കിൽ അബിയെടുത്ത് ചൂടായി ചെല്ലുകയാണ്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അബി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അബിക്ക് നല്ല പണിയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പം അബിക്ക് അവിടെ ഒരു വിലയില്ലാതിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ എൻ ജ്വല്ലറിയിൽ സ്റ്റാഫും മാനേജരും കൂടെ ഒരാളെ വരവേക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ആളും അതുപോലെ തന്നെ ഒരു സ്ത്രീയും ഇറങ്ങുന്നുണ്ട്. അത് നമ്മുടെ അവന്തികയാണ്. അവരെ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലാണെങ്കിൽ അനന്തപുരിയിൽ അനന്തികയെ കാത്ത് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം ദേവയാനിയും അതേപോലെ നയനയും കൂടെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക്
നമ്മുടെ അവന്തിക അങ്ങോട്ട് വരികയാണ്. അവന്തിയുടെ ഉദ്ദേശമൊന്നും നല്ലതല്ല. അവന്തികയുടെ ഉദ്ദേശവും അനന്തപുരി നശിപ്പിക്കുക, അനന്തപുരിയിൽ നിന്ന് സ്വത്തുക്കളെല്ലാം അടിച്ചെടുക്കുക, ഇതൊക്കെ തന്നെ അവന്തികയുടെ ഉദ്ദേശം. പക്ഷേ അവൾ എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറി അറിയാതെ ചതിക്കാനാണ് അവളുടെ ഉദ്ദേശം. അങ്ങനെ അവന്തിക അവിടെ വരുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ദേവയാനിയെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ നയനയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദശനെ കാല് തൊട്ട് തൊഴുകയും എല്ലാവരോടും നല്ല ബഹുമാനത്തോടൊക്കെ പെരുമാറുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നല്ല കുട്ടിയായി എല്ലാവരോടെയും നല്ല സ്നേഹത്തോടൊക്കെ പെരുമാറുകയാണ്. ഇതൊക്കെയൊന്നും ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജലജയാണെങ്കിൽ ഇദ്ദേഹത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവരെയൊക്കെ സ്നേഹിച്ചങ്ങ് കൊല്ലുവാണോ? നിനക്കറിയാലോ നമ്മളുടെ അവസ്ഥ. നമ്മളെ ഈ ഗതിയിലേക്ക് ചവിട്ടിത്താത്തിയത് അവരാണ്. വീണ്ടും നീ അവരെ കൂടെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയാണ്, അവരെന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് മൊത്തവും ഏട്ടനല്ലേ ചെയ്തത്. അപ്പം ഞാൻ അവരുടെ സൈഡിലല്ലേ നിൽക്കേണ്ടതെന്നും ചോദിക്കുകയാണ്. പക്ഷേ അവന്തികയുടെ ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും ജലജയ്ക്ക് മനസ്സിലാവുന്നില്ല. അവന്തിക അനന്തപുരിക്കാരുടെ ശത്രുക്കളുടെ കൂടെ നിന്ന് അനന്തപുരി നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ആദർശിനെയും. ഒക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.